തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിൽ കൊടുങ്ങല്ലൂരിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. കൊടുങ്ങല്ലൂരിൽ ഇത്തവണ മത്സരം ബലാബലം. എംഎൽഎയുടെ വികസന മുരടിപ്പ് മറച്ചുപിടിക്കാൻ തനിക്കെതിരെ ഇല്ലാത്ത ആക്ഷേപം CPM ഉന്നയിക്കുകയാണെന്ന് OJ ജനീഷ്. വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പണി ആരംഭിക്കുകയാണെന്നും ജനീഷ്. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. വാഹന പ്രചരണവും റോഡ് ഷോയും നടത്തിയ സ്ഥാനാർത്ഥികൾ കളം നിറയുമ്പോൾ കൊടുങ്ങല്ലൂരിൽ ഇത്തവണ മത്സരം ബലാബലം തന്നെയാണ്. അതിനിടെ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളും കൊഴുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് കൊടുങ്ങല്ലൂരിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. വാഹന പ്രചാരണ ജാഥകളും കോർണർ യോഗങ്ങളുമാണ് നിലവിൽ നടക്കുന്നത്. അതിനിടെ താരപ്രചാരകരും കൊടുങ്ങല്ലൂരിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കായി എത്തുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി OJ ജനീഷിനായി ഷാഫി പറമ്പിലായിരുന്നു ആദ്യം എത്തിയത്. തുടർന്ന് മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ എത്തി. വരും ദിവസങ്ങളിൽ ശശി തരൂർ അടക്കമുള്ളവർ മണ്ഡലത്തിലെത്തും. LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിനു വേണ്ടി PP സുനീർ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിലെത്തിയിരുന്നു. NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജിന്റെ വിജയമുറപ്പിക്കാൻ സാക്ഷാൽ സാബു M ജേക്കബ് എത്തിയിരുന്നു. LDF NDA സംസ്ഥാന നേതാക്കൾ വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ സജീവമാകും. വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് VR സുനിൽകുമാർ കളം നിറയുന്നത്. കെട്ടിടങ്ങൾ, റോഡുകൾ, മറ്റു പദ്ധതികൾ എന്നിവ ചൂണ്ടിക്കാട്ടി LDF വോട്ട് തേടുമ്പോൾ പാഴായ 10 വർഷങ്ങൾ എന്നതും ഇനിയും നടപ്പാക്കാനാകാത്ത പദ്ധതികളും UDF ആയുധമാക്കുന്നു. മോദി ഭരണത്തെ പരാമർശിച്ചും കിഴക്കമ്പലം മോഡൽ വികസനത്തിലൂന്നിയുമാണ് NDA 2020 സ്ഥാനാർത്ഥിയുടെ വോട്ട് തേടൽ. ഇടതു വലതു മുന്നണികൾക്ക് വികസന കാഴ്ചപ്പാടില്ലെന്ന് NDA നേതാക്കൾ ആവർത്തിക്കുന്നു. പ്രചാരണ ചൂടിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കടുക്കുമ്പോൾ ഒന്നുറപ്പിക്കാം, കൊടുങ്ങല്ലൂരിൽ ആർക്കും അത്ര ഈസി വാക്ക് ഓവറില്ല. നന്നായി വിയർപ്പൊഴുക്കി തന്നെ മാത്രമേ ഇവിടെ ഒരു വിജയമുണ്ടാവൂ. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നതും. മീഡിയ ടൈം, മാള. MLAയുടെ വികസന മുരടിപ്പ് മറച്ചുപിടിക്കാൻ തനിക്കെതിരെ ഇല്ലാത്ത ആക്ഷേപം CPM ഉന്നയിക്കുകയാണെന്ന് OJ ജനീഷ്. വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പിരിച്ച തുകയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി കൂടിയായ OJ ജനീഷ്. യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പണി ആരംഭിക്കുകയാണെന്നും ജനീഷ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. പ്രത്യേകിച്ച് വയനാട് ഫണ്ടാണ്. വയനാട് ഫണ്ട് നിങ്ങൾ മുക്കിയോ? വയനാട് ഫണ്ട് മുക്കിയത് സത്യത്തിൽ DYFI ആണ്. കാരണം വയനാടിന് വേണ്ടി 20,44 ലക്ഷം രൂപ സമാഹരിച്ചു. എന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ വെച്ച് DYFIയുടെ സെക്രട്ടറിയും പ്രസിഡന്റും കൂടി ഒരു മോഡൽ ചെക്ക് ഉണ്ടാക്കി 20 കോടി കൈമാറുന്നതിൻ്റെ ഒരു ചിത്രം പങ്കുവച്ചു. അപ്പോൾ തന്നെ 44 ലക്ഷം അതിൽ കുറഞ്ഞു. ആ 20 കോടി കൊടുത്തു എന്ന് DYFIയും കിട്ടിയെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞു. CMDRF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. CMDRF അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും DYFI കൈമാറിയിട്ടില്ല. അതിൻ്റെ രേഖ അവർ പുറത്തുവിട്ടാൽ ഞങ്ങളതിന് മറുപടി പറയാം. 1 രൂപ പോലും കൈമാറിയിട്ടില്ല. ആ ചിത്രം പുറത്തുവിട്ടതിന് ശേഷം 1 വർഷക്കാലം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് അങ്കമാലിയിലുള്ള പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസിൻ്റെ ഭാഗമായ അക്കൗണ്ടിലേക്ക്, കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് 5 ചെക്കുകളായി ഓരോ കോടിയും 15 കോടിയുടെ ഒരു ചെക്കുമായി ഒരു ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. ചെക്കായിട്ടല്ല കാണിക്കുന്നത്, ഓഫ്ലൈനായിട്ടാണ് ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. DYFI സെക്രട്ടറി തന്നെ പുറത്തുവിട്ട വിശദാംശങ്ങൾ അറിയാതെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസിലേക്ക് കൈമാറിയ 15 കോടി 20 കോടി ഏതാണ്? അതിന് മുമ്പ് CMDRFിലേക്ക് കൈമാറിയെന്ന് പറയുന്ന 20 കോടി ഏതാണ്? ഇപ്പോൾ ഒരു 40 കോടി കൈമാറിയോ? അല്ലെങ്കിൽ അന്ന് കൊടുത്ത 20 കോടി തിരിച്ചു വാങ്ങിയിട്ടാണോ പിന്നെ രണ്ടാമത് കൊടുത്തത്? ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ കൃത്യത വരുത്താൻ DYFIക്ക് സാധിക്കണ്ടേ? സത്യത്തിൽ അവിടെ സംഭവിച്ചത് DYFI 20 കോടി കൊടുത്തു എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി 20 കോടി കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും DYFIയും പിന്നെ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസും കൂടി ചേർന്ന് ഒരു ട്രൈപാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിൽ പിന്നെ സർക്കാരിന് വേണ്ടി പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസും
നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയും ഡിവൈഎഫും ചേർന്ന ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൻ്റെ വസ്തുതകളാണ് അവരിപ്പോൾ പുറത്തുവിടുന്നത്. അത് പ്രകാരം ഡിവൈഎഫ് സ്പോൺസറായി. സ്പോൺസർ പണം കൊടുത്തത് പിന്നെ അതിന് CSRൻ്റെ ഭാഗമായിട്ടാണ്. ഡിവൈഎഫ് പോലെ സംഘടനയ്ക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ CSR ഫണ്ട് കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ ആരുടെ CSR ഫണ്ടാണ് ഡിവൈഎഫ്ക്ക് വേണ്ടി അവിടെ കൊടുത്തത്? പിരിച്ചെടുത്ത് 20 കോടി ഇവരുടെ കൈവശമുണ്ട്. ആ 20 കോടി രൂപ കൈവശം വെച്ച് അതിൻ്റെ പലിശയും വാങ്ങി. എന്നിട്ട് ആ പണം കയ്യിൽ വെച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് എവിടെ എന്നിവർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയെ പിന്നെ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി കൂട്ടി. എന്തുകൊണ്ട് കർണാടക സർക്കാരിനെ കൂട്ടിയില്ല? എന്തുകൊണ്ട് മറ്റ് സംഘടനകളെ കൂട്ടിയില്ല? പണം കൊടുത്ത മറ്റുള്ള ആളുകളും കൂട്ടണ്ടേ? അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. വളരെ രാഷ്ട്രീയ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് പൊളിയുമെന്ന ഒരു ജാള്യത ഇപ്പോൾ ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ സംഘടനകളൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ തലയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,05,00,000 രൂപയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി സമാഹരിച്ചത്. ആ പണം എറണാകുളത്ത് നടന്ന KPCCയുടെ മഹാപഞ്ചായത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ വെച്ച് KPCC പ്രസിഡന്റിന് ഒരു മോഡൽ ചെക്ക് ഞാൻ കൈമാറി. അതിനും 2 ആഴ്ച മുമ്പ് KPCCയുടെ വയനാട് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ പേരിലേക്ക് അക്കൗണ്ട് മാറിയതിന് ശേഷം 1,05,00,000 രൂപ 2 തവണയായി 50 ലക്ഷവും 55 ലക്ഷവും 2 ചെക്കുകളായി KPCCയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയതുമാണ്. അങ്ങനെ KPCC ആകെ സമാഹരിച്ച 4 കോടി രൂപയും 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് സമാഹരിച്ചു ഉൾപ്പെടെ ആ പണം ഉപയോഗിച്ചിട്ടാണ് വയനാട് പിന്നെ സ്ഥലം വാങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നത്. അവിടെ മോഡൽ ഹൗസിൻ്റെ പിന്നെ അതിൽ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അംഗീകാരം വാങ്ങി അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്ത് KSMART വഴി അതിന് വേണ്ടുന്ന അനുവാദം വാങ്ങിയതിന് ശേഷമാണ് അവിടെ ഡിവൈഎഫ്ഐ പോയി കഴിഞ്ഞ ദിവസം കുടിൽ കെട്ടി സമരം നടത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് പഞ്ചായത്ത് അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് KSMART പകരം അനുവാദം കൊടുത്ത ഒരു പദ്ധതിയെപ്പറ്റി അറിയാതിരിക്കുന്നത് അത് യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പരാജയമല്ല, അത് പഞ്ചായത്ത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നിരിക്കെ ഈ ഡിവൈഎഫ്ഐയും CPM നടത്തുന്ന പ്രചരണം രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെപ്പറ്റി മറ്റു കാര്യങ്ങൾ പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ വികസനം നടത്തിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല, 10 വർഷക്കാലം ഉറങ്ങിയിരുന്നെന്ന് പറയാൻ സാധിക്കില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് പിന്നെ അവർ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന സമയത്ത് അത് വേണ്ടി പരിഹാരം ഉണ്ടാക്കാൻ ഇടപെട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇതെല്ലാം അപ്പുറത്താണ്. അപ്പോൾ ഇപ്പുറത്ത് എന്നെ പറയാൻ വേണ്ടി വയനാട് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരികയാണ്. വയനാട് കളക്ഷൻ നടന്ന കാലത്ത് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ല. വയനാട് കളക്ഷൻ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. ആ പണം ഒപ്പിട്ട് കൈമാറുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ഏക കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രചരണമൊക്കെ ജനങ്ങൾ തള്ളിക്കളയും എന്നാണ്. ഡിവൈഎഫ്ഐ വേറെ എന്ന് അവിടെ വീട് പൊങ്ങും, എന്ന് സർക്കാരിൻ്റെ വീട് മുഴുവനായിട്ട് പൊങ്ങും, എന്ന് സർക്കാരിൻ്റെ വീട് മുഴുവനായിട്ട് കൊടുക്കും. ഇപ്പോൾ 405 ആളുകൾക്കാണല്ലോ വീട് കൊടുക്കേണ്ടത്. അതിൽ 300ഓളം ആളുകളുടെ ഭവനമാണല്ലോ നിർമ്മിക്കേണ്ടത്. കാരണം 100ഓളം പേര് സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ കോമ്പൻസേഷൻ വാങ്ങി അവിടെ വീട് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ആ 300 വീടുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം നിർമ്മിച്ച് കൊടുക്കണ്ടേ? 770 കോടി രൂപയാണ് സർക്കാരിൻ്റെ കൈവശമുള്ളത്. 770 കോടി രൂപ. സർക്കാരിന് തോട്ടഭൂമിയിൽ നിർമ്മാണം നടത്താൻ പ്രയാസമില്ല. സർക്കാരിന് വേണമെങ്കിൽ എക്സംഷൻ, ഒരു ഓർഡർ ഇറക്കി എക്സംഷൻ ഉണ്ടാക്കാം. അങ്ങനെയാണല്ലോ തോട്ടഭൂമിയിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭവന നിർമ്മാണം നടക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ 178 വീടുകളായിട്ട് നിന്നുപോയത്? അപ്പോൾ ബാക്കി വീടപ്പോൾ പണിയും, ബാക്കി വീടപ്പോൾ കൊടുക്കും. ഇനി ഈ 178 വീടിൽ എന്ന് മുതൽ ആളുകൾക്ക് താമസിക്കാൻ പറ്റും? എപ്പോഴാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുക? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ചോദിക്കുകയാണ് കോൺഗ്രസിൻ്റെ വീട് എവിടെ? കോൺഗ്രസ് ഒരു സംഘടനയാണ്, അപ്പുറത്തൊരു സർക്കാരാണ്. കോൺഗ്രസിൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ CPMൻ്റെ വീട് അപ്പുറത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി പറയാം. സർക്കാരിൻ്റെ വീട് അത് യൂത്ത് കോൺഗ്രസും പിന്നെ ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉൾപ്പെടുന്നവൻ്റെ നികുതി പണം കൂടിയാണ്. അത് CPMൻ്റേതല്ല, ഡിവൈഎഫ്ഐയുടേതല്ല, അത് എല്ലാവരുടെയും കൂടിയാണ് എന്നൊരു ബോധ്യം ഈ പറയുന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്കില്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഈ വിഷയത്തെ സംബന്ധിച്ചുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സ്വീപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പാടിയ സ്വീപ്പ് സോങ് വീഡിയോ ജനപ്രിയമാകുന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്വീപ്പ് സോങ്ങിന്റെ പ്രകാശനം അസിസ്റ്റന്റ് കളക്ടറും സ്വീപ്പിന്റെ നോഡൽ ഓഫീസറുമായ സ്വാതി മോഹൻ റാത്തോഡും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആർ മനോജും ചേർന്ന് നിർവഹിച്ചു. പൂരം കാണാൻ പോരൂ പോരൂ നാട്ടുകാരെ, പോരൂ പോരൂ കൂട്ടുകാരെ, നാടിൻ ഭാവി നിശ്ചയിക്കാൻ വോട്ടു ചെയ്തിടാൻ. തൃശൂരിലെ പൊതുജനങ്ങളെ വോട്ട് ചെയ്യാൻ ക്ഷണിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതിയത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധനാണ്. തൃശൂരിന്റെ തനിമയും പൈതൃകവും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ചെറുതുരുത്തി കഥകളി സ്കൂളിലെ ക്രിയേറ്റീവ് ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണന്റെയും ഡയറക്ടർ വിനു ദേവന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഗാനത്തിന്റെ ചിത്രീകരണവും ചിട്ടപ്പെടുത്തലും നിർവഹിച്ചിരിക്കുന്നത്. വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം സ്വീപ് പ്രചാരണ പരിപാടികൾ ശക്തമാകുമ്പോൾ
കുട്ടിക്കാലം മുതൽ സംഗീതം പഠിച്ച ജില്ലാ കളക്ടറുടെ ആലാപന ശൈലിയും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. വോട്ടു ചെയ്യാം നാട്ടുകാരെ, വോട്ടു ചെയ്യാം കൂട്ടുകാരെ, വോട്ടു ചെയ്താൽ നമ്മൾ തന്നെ ജയിക്കുമല്ലോ. സ്വീപ് സോങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറെയും ജില്ലാ കളക്ടർ പ്രത്യേകം അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു. സ്വീപ്പിന്റെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബിനി സെബാസ്റ്റ്യൻ, കഥകളി സ്കൂളിൽ നിന്നുള്ള അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി എംപിക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി കോടതി തള്ളുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളാനാവില്ലെന്നും സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെതാണ് ഉത്തരവ്. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് ഹർജിക്കാരൻ. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. എന്നാൽ ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വിചാരണയുമായി മുന്നോട്ടു പോകാൻ ഉത്തരവിട്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. മീഡിയ ടൈം, കൊച്ചി. യുവനടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ റിമാൻഡിലായി സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ. രണ്ടാമതും വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിൽ പ്രവേശിപ്പിച്ചത്. തൃപ്പൂണിത്തറയിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ ശേഷമാണ് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തത്. തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നും ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് പറയുന്നു. നിരവധി ശത്രുക്കളുണ്ടെന്ന് വ്യക്തമാക്കിയ രഞ്ജിത്ത് നടി ICCക്ക് മുന്നിൽ പരാതി നൽകിയില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യസ്ഥിതി മോശമാണ്, ബലം പ്രയോഗിക്കാനുള്ള ശാരീരിക കരുത്തില്ല, ജാമ്യം നൽകണമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നുമാണ് ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് വ്യക്തമാക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ ഈ മാസം ജനുവരിയിൽ യുവനടിക്ക് നേരെ കാരവാനുള്ളിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ്. സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. എല്ലാം തെളിയുമെന്നായിരുന്നു സബ് ജയിലിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മീഡിയ ടൈം, കൊച്ചി. വാണിജ്യ LPG വില കുത്തനെ കൂട്ടി കമ്പനികൾ. LPG ക്ഷാമം നിലനിൽക്കെയാണ് കമ്പനികൾ വില വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് 195 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഡൽഹിയിൽ 19 കിലോയുടെ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 2078 രൂപ 50 പൈസയായി ഉയർന്നു. 5 കിലോ ഭാരം വരുന്ന ചെറിയ സിലിണ്ടറുകളുടെയും വില കൂട്ടിയിട്ടുണ്ട്. 51 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 19 കിലോയുടെ വാണിജ്യ LPG സിലിണ്ടറിന് 114 രൂപ 5 പൈസ കൂട്ടിയിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും വില വർദ്ധിച്ചത്. പുതുതായി പ്രാബല്യത്തിൽ വന്ന വില നിലവാരം അനുസരിച്ച് കൊൽക്കത്തയിൽ സിലിണ്ടറിന്റെ വിലയിൽ 218 രൂപയുടെ വർധനവുണ്ടായി. കേരളത്തിലെ പുതിയ വില 2092 രൂപയാണ്. ഇതോടെ ഹോട്ടലുകളിൽ ഭക്ഷണത്തിന്റെ വില കൂട്ടാനുള്ള സാധ്യതയേറി. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ന്യൂസ് ഡെസ്ക്, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചാരായ വ്യവസായി തൊഴിലാളി കുടുംബസംഗമം നടത്തി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ കുടുംബസംഗമം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. MN ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാലക്കുടി നഗരസഭാ കൗൺസിലറും ചാരായ വ്യവസായ തൊഴിലാളിയുമായിരുന്ന OS ചന്ദ്രനെ അനുമോദിച്ചു. നേതാക്കളായ ദിനചന്ദ്രൻ, M. ഹരിലാൽ, IN രാജൻ, AJ ജോസഫ് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം മുൻ ജില്ലാ പ്രസിഡന്റും MLAയുമായിരുന്ന അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പിന്റെ 28ാം അനുസ്മരണ സമ്മേളനം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടത്തി. മുൻ MLA BD ദേവസി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് അധ്യക്ഷനായി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം, മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി നെല്ലിക്കുഴി,
അഡ്വക്കേറ്റ് PI മാത്യു, പോളി റാഫേൽ, സെബാസ്റ്റ്യൻ മഞ്ഞളി, തോമസ് മായേലി, മനോജ് നാൽപ്പാട്ട്, സജൂഷ് മാത്യു എന്നിവർ സംസാരിച്ചു. കൂളിമുട്ടം മണക്കാട്ടുപടി ശ്രീ മഹാഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് ഭുവനേശ്വരി ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം കുടുംബത്താവഴികളെ പ്രതിദാനം ചെയ്ത തിലകൻ ഇക്കോരൻ, പ്രശോഭ് ശങ്കരനാരായണൻ എന്നിവർ ചേർന്ന് നടത്തി. ക്ഷേത്ര മുഖ്യ മേൽശാന്തി സുരേഷ് ചാണാടിക്കൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രമാചാരി പ്രഭു കൂളിമൂട്ടം ക്ഷേത്രപ്പണികൾ ഏറ്റെടുത്ത് നടത്തുന്നു. ചടങ്ങിൽ കുടുംബാംഗങ്ങളും പരിസരവാസികളും സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും യാത്രയയപ്പും നടത്തി. ചന്തപ്പുര MIT ഹാളിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വികസന സമിതി കൺവീനർ CJ ദാമു, വിവിധ അധ്യാപക സംഘടനാ നേതാക്കളായ സൂരജ് VS, ER രേഖ, PS സന്ധ്യ, മുഹമ്മദ് റാഫി, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ TV സെമീന എന്നിവർ സംസാരിച്ചു. ഈ വർഷം ഉപജില്ലയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ, അധ്യാപകേതര ജീവനക്കാരടക്കം 57 പേർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കൂടാതെ ജില്ലാ സംസ്ഥാന കലോത്സവ, ശാസ്ത്രമേള, കായികമേളയിൽ പങ്കെടുത്ത മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. ചാലക്കുടിപ്പുഴ പാലത്തിനരികെ പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പേരാമ്പ്ര കാരപ്പുള്ളി പരമേശ്വരന്റെ മകൻ പ്രജിന്റെ മൃതദേഹമാണ് പുഴയിൽ കണ്ടത്. ചാലക്കുടി ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പുഴ പാലത്തിന് മുകളിൽ സൈക്കിൾ ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ പുഴയോരത്ത് ചെരുപ്പുകളും കണ്ടെത്തി. തുടർന്നാണ് പുഴയിൽ തെരച്ചിൽ നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിൽ കൊടുങ്ങല്ലൂരിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. കൊടുങ്ങല്ലൂരിൽ ഇത്തവണ മത്സരം ബലാബലം. MLAയുടെ വികസന മുരടിപ്പ് മറച്ചുപിടിക്കാൻ തനിക്കെതിരെ ഇല്ലാത്ത ആക്ഷേപം CPM ഉന്നയിക്കുകയാണെന്ന് OJ ജനീഷ്. വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പണി ആരംഭിക്കുകയാണെന്നും ജനീഷ്. തൃശൂരിലെ ലോകസഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.